കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് സ്കില്ലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണല്ലോ. എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ നെഗറ്റീവ്സ് പറയാണ്, പിന്നെ ഇന്ന് രണ്ടു വാക്കവരോട് 5 മിനിറ്റ് ഓക്കെ ഞാൻ ഫിനിഷ് ചെയ്യാം. പിന്നെ ലാസ്റ്റ്ലി ഞാൻ പറയുന്നത് ഈ കോസ്, പിന്നെ അതിൻ്റെ ഞാൻ സൊല്യൂഷൻ എൻ്റെ 2 വാക്ക് പറയാം. നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ഒരു വലിയൊരു ഡെമോഗ്രാഫിക് ഒരു ഇൻഇക്വാളിറ്റി കഴിഞ്ഞ 25-30 കൊല്ലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയാം, ഞാൻ പറഞ്ഞല്ലോ റെമിറ്റൻസസ് ആണ് നമ്മുടെ ഇക്കോണമിനെ ഫ്യൂൽ ചെയ്യുന്നത്. പക്ഷെ ആ റെമിറ്റൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കണം, പഠിക്കണം. 70% റെമിറ്റൻസ് പോകുന്നത് ഒരു ഒറ്റ കമ്മ്യൂണിറ്റിക്ക്, 30% പോപ്പുലേഷനിലെ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ റെമിറ്റൻസ് ആണ് നമ്മളുടെ ഇക്കോണമിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ, അവരാണ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പറയുമ്പോൾ, അതെല്ലാം ഇൻഇക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ആകുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, മനസ്സിലാവുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ഇക്കണോമിക് ഇനിക്വാളിറ്റി, അതിൻ്റെ ഒപ്പം പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റി ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒരു ഇക്കണോമിക് ക്രൈസിസ്, രണ്ടാമത്തത് ഇക്കണോമിക് ഒരു ഇനിക്വാളിറ്റി. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടുണ്ട്. നരേന്ദ്രമോദിജി 2014 വെച്ചൊരു കാഴ്ചപ്പാട്, ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ്, ജോബ് ക്രിയേഷൻ ജോബ് ക്രിയേഷൻ ജോബ് ക്രിയേഷൻ. ഇതിലൊരു മാജിക്കും ഇല്ല. ഇന്ന് തമിഴ്നാട്, കേരളം, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തമ്മിൽ നല്ല കോമ്പറ്റീഷനാണ്. ടാലന്റിന്റെ കോമ്പറ്റീഷൻ, നിക്ഷേപത്തിന് കോമ്പറ്റീഷൻ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയ സംസ്കാരം, ഒരു കൾച്ചർ, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളൊരു പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ. അപ്പോൾ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ, പുതുയുഗ കേരളം എന്ന് നമ്മുടെ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ, പറയാനല്ല, വികസിത കേരളം എന്ന് ഞങ്ങളൊരു കൃത്യമായ കാഴ്ചപ്പാട് വയ്ക്കുമ്പോൾ, വികസനം എന്ന ഒരു കോർ ഐഡിയോളജി മുമ്പോട്ട് വെച്ച് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വികസനം, ഇൻവെസ്റ്റ്മെന്റ് ഡ്രിവൺ വികസനം മുമ്പോട്ട് വെച്ചിട്ട് മാത്രമേ ഈ സംസ്ഥാനത്തിന് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ആ ഗ്രാഫിനെ നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ കൊണ്ടുപോയാൽ അല്ല അവിടെ സന്തോഷകരമായ ഒരു വാർത്തയും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് മാത്രം പറഞ്ഞ് ഞാൻ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.